നമ്മൾ കഴിഞ്ഞ ദിവസം പറത്തിയ ബേഡിനെ പറ്റി വൈകുന്നേര സമയത്താണ് കേട്ടോ നമ്മുടെ പറവയെ നമ്മളടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ ബേഡിനായിരുന്നാലും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ലോഫ്റ്റിലെ അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് പറവ ലോഫ്റ്റിൽ മെയിനായിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ അനിയനൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലോഫ്റ്റിൽ ഇന്ന് അടിപൊളിയായിട്ടുള്ള പറവകളെയൊക്കെ പറപ്പിക്കുന്ന വിഷയവും അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറത്തിയ ബേഡിനെ പറ്റിയിട്ടുള്ള ഒരുപാടധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം 2 സമയത്ത് വെള്ളം കൊടുക്കാനായിട്ട് നമ്മുടെ ബേഡിന് നോക്കുക. വെള്ളവും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ തന്നെ അത് നമുക്ക് പോലും പിടിച്ച് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ രീതിയിലാകുമ്പം ബേഡിന് പോലും പറ്റാത്ത രീതിയാണ് കേട്ടോ ഇപ്പോൾ നിലവിലുള്ളത്. ലോഫ്റ്റിൽ ഇപ്പം വൈകുന്നേര സമയത്താണ് കേട്ടോ നമ്മുടെ പറവയെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സെയിലിനായിട്ട് ബേഡുണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ തന്നെ നമുക്ക് നിലവിലിപ്പം മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ സെയിലിനായിട്ട് നല്ല കിടിലനായിട്ടുള്ള ബേഡ് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയാകും ഇൻസ്റ്റാഗ്രാമിൽ. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരുപാടധികം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പറവ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി പറഞ്ഞിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലെത്തുന്നത് വരെയും അതിനുശേഷം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിലുള്ള കീപ്പിംഗ് ടച്ചായിരിക്കും നിങ്ങളുടെ എന്തായിരുന്നാലും കിട്ടാനായിട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരുപാടധികം കാര്യങ്ങളൊക്കെ എന്തായിരുന്നാലും നമ്മൾ ഇതുവഴി ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് നിന്ന് പെറ്റ്സും ബേഡ്സും മേടിച്ച ആൾക്കാർ തന്നെ വീണ്ടും മേടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ആ ഒരു രീതിയിൽ തന്നെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള പെറ്റ്സും ബേഡ്സൊക്കെ നിലവിലിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ നമ്മളുടെ അടുത്ത് നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ക്വാളിറ്റിയിലാണ് കേട്ടോ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് അതുപോലെ തന്നെ ലേബലും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നത്. പെറ്റ്സും ബേഡ്സും വളർത്താനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിൽ പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ബേഡ് ഇനത്തിലുള്ള പറവ. അതിനെയൊക്കെ ഒന്ന് മേടിച്ച് പറത്തി നമുക്ക് സെറ്റ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ചുറ്റുപറ്റത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ രൂപത്തിൽ തന്നെ ഇപ്പോൾ അവരൊരു ബിഗിനർ ആണെങ്കിൽ അതിന് പറ്റിയ രീതിയിലുള്ള ബേഡ്, അല്ലെങ്കിൽ തന്നെ അവരിപ്പോൾ അഡ്വാൻസ് ആണെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ബേഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പെറ്റ്സും ബേഡ്സും മേടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, ഈ ഒരു പറഞ്ഞ ക്വാളിറ്റിയിൽ നമ്മളുടെ അടുത്ത് എത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് കിടിലനായിട്ട് പറപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത്. അതെന്തായിരുന്നാലും നമുക്ക് നല്ല 100% ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നേട്ടം നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും ഓരോ പെറ്റ്സും ബേഡ്സും നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബേഡൊക്കെ തന്നെ അഫോർഡബിൾ റേറ്റിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതിയാകും. ബാക്കിയൊക്കെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. കൂടിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറമേയും നല്ല രീതിയിൽ തന്നെ വെള്ളവും തീറ്റയും ഉണ്ടെന്ന് നിങ്ങൾ എന്തായിരുന്നാലും ഉറപ്പുവരുത്തുക. ചൂട് കാരണം തന്നെ നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ബേഡിന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം എന്തായിരുന്നാലും മസ്റ്റായിട്ട് നമ്മുടെ കൂടിൽ വേണം. നമ്മളിപ്പോൾ കൂട് തുറന്നത് വൈകുന്നേര സമയത്തായിരുന്നു കേട്ടോ നമ്മൾ തുറന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈമിൽ തന്നെ പറവയെ പറപ്പിച്ച് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് തിരികെ കയറ്റലാണ് കേട്ടോ പതിവായിട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. നമ്മളടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ ബേഡിനായിരുന്നാലും പെറ്റ്സിനായിരുന്നാലും നമ്മളുടേതായ കസ്റ്റമർ സർവീസ് ഏത് നേരവും നിങ്ങൾക്ക് എന്തായിരുന്നാലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെതായ നല്ല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന രൂപത്തിലാണ് കേട്ടോ നമ്മൾ ഓരോ സർവീസും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ബേഡ്സും പെറ്റ്സൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഈ ഒരു ബേഡിൻ്റെ കുഞ്ഞന്മാരൊക്കെ ഇപ്പം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പം ഇനിയിപ്പോൾ അടുത്ത സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ അതായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ലോഫ്റ്റിൽ വിരിച്ചിറക്കി നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്ത കുഞ്ഞാണ് കേട്ടോ അതായി കാണുന്നത്. ഇതേപോലെ തന്നെ ഒരുപാടധികം കുഞ്ഞിനെയൊക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കാണുന്ന കുഞ്ഞ് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ വിരിച്ച് സെറ്റ് ചെയ്തെടുത്ത ബേഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ബേഡ്സൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ലാതെ തന്നെ ഇതുപോലെ എഗ് ചെയ്തിരിക്കുന്ന ബേഡ് നമുക്കിപ്പം അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെന്തായിരുന്നാലും ഇത് വിരിഞ്ഞ് ഇനിയിപ്പം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും അറിയിക്കുന്നതാണ്. അടുത്ത കുഞ്ഞിനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരുപാടധികം കുഞ്ഞന്മാരൊക്കെ തന്നെ നിലവിലിപ്പം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാടധികം ബേഡിനെയൊക്കെ തന്നെ നമ്മളിപ്പം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതാ കാണുന്ന പൊടി കുഞ്ഞു മുതൽ തന്നെ വലിയ കുഞ്ഞന്മാർ വരെ നമ്മളിപ്പം ഡെവലപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ക്വാളിറ്റി ആയിട്ടുള്ള പെറ്റ്സും ബേഡ്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് നിലവിൽ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അത് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ്. കിടിലനായിട്ടുള്ള കുഞ്ഞന്മാരൊക്കെ ഇതുപോലുള്ളത് നമ്മൾ എന്തായിരുന്നാലും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞന്മാരൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് കഴിയുന്നതാണ്. ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗർ എഫ് സി എന്ന് പറഞ്ഞ അക്കൗണ്ടിലോട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതിയാകും. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അതുവഴി തന്നെ അറിയാനായിട്ട് കഴിയുന്നതാണ്. അപ്പം എന്തായിരുന്നാലും ഇതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അടുത്ത വീഡിയോ സെയിൽ പോസ്റ്റായിട്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ഒരുപാടധികം തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും എത്തിക്കണമെന്നുണ്ട്. നമ്മൾ എന്തായിരുന്നാലും എത്തിക്കുന്നതുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.